നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഒന്നാമത്തെ തരത്തിൽപ്പെട്ട ആളുകളോട് നാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ കൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്ത് ശരിയാവൂല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു കളയും. രണ്ടാമത്തെ ആളുകളോട് പറഞ്ഞാൽ അവർ പറയും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യാം എന്ന് പറയും. അവര് അതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് അവരൊന്ന് പരീക്ഷിച്ചറിയും, അവരൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യും എന്നുള്ളതാണ്. ഒന്നാമത്തെ തരത്തിൽപ്പെട്ട ആളുകൾ ഒരു തരത്തിലും അവർ പരിശ്രമിക്കില്ല എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഒരു ചെരുപ്പ് കമ്പനിയുടെ MD 2 സെയിൽസ് റെപ്രസെന്റേറ്റീവുകളെ ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിലേക്ക് അയച്ചു. അതായത് അവിടെ ചെരുപ്പ് വിൽപ്പനയുമായി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാനായിരുന്നു. രണ്ടുപേരും ദക്ഷിണാഫ്രിക്കയിലെ കുഗ്രാമത്തിലെത്തി. അവിടെ രണ്ടുപേരും മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ ചെരുപ്പ് വിൽപ്പനയുമായി യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നതാണ്. അതിന്റെ കാരണം ഒരാൾ പോലും അവിടെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ആൾ MDയെ വിളിച്ച് പറഞ്ഞു, സർ, ഇവിടുത്തെ ആളുകളൊന്നും ചെരുപ്പ് ധരിക്കുന്നില്ല, അതുകൊണ്ട് ചെരുപ്പ് വിൽപ്പനയുമായി യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ചെരുപ്പ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, സർ, ഇവിടുത്തെ ആളുകളൊന്നും ചെരുപ്പ് ധരിക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാലും താങ്കൾ ഒരു ലോഡ് ചെരുപ്പ് ഇങ്ങോട്ട് അയച്ചോളൂ. രണ്ടുപേരുടെയും മുമ്പിലുള്ള പ്രശ്നം ഒന്ന് തന്നെയാണ്, അതായത് ചെരുപ്പ് ആരും ധരിക്കുന്നില്ല. പക്ഷെ ആദ്യത്തെ ആൾ ഒരു സാധ്യതയും കാണാത്തപ്പോൾ രണ്ടാമത്തെ അയാള് ഒരു സാധ്യത അവിടെ കാണുകയാണ്. അതായത് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇവര് ചെരുപ്പ് ധരിക്കാത്തത് എന്ന് അയാൾ ആലോചിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം അവിടുത്തെ ആളുകളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കാത്തത്? അപ്പോൾ അയാൾക്ക് മനസ്സിലായ കാര്യം, ചെരുപ്പ് ഉപയോഗിക്കാത്തത് ഇവർക്ക് ചെരുപ്പ് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചെരുപ്പ് ഇവർ കണ്ടിട്ട് പോലുമില്ല. അതായത് ചെരുപ്പ് കണ്ടിട്ടില്ല, ചെരുപ്പ് ഇട്ട് എങ്ങനെ നടക്കുന്നത് എന്ന് ഇവർക്കറിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവർ ചെരുപ്പ് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇയാൾ, അതായത് രണ്ടാമത്തെ ആള്, ഇവരെ ഓരോരുത്തരെയും വിളിച്ച് ചെരുപ്പ് കാണിക്കുകയും ചെരുപ്പ് ഇട്ട് നടക്കുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനവും തോന്നി. അവർ പറഞ്ഞു, അടിപൊളിയാണല്ലോ, ഇത് സൂപ്പറാണല്ലോ, ഇത് കൊള്ളാലോ എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ എല്ലാ ആളുകളെയും ചെരുപ്പിട്ട് നടക്കുവാൻ പരിശീലിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു അവസരമുണ്ടായി. അതായത് ഒരു ചെരുപ്പ് സെയിൽസിനുള്ള സാധ്യത അയാൾ കണ്ടെത്തി. ഈ ഒരു കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പലപ്പോഴും അവസരങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വരില്ല, പലപ്പോഴും അവസരങ്ങൾ നാം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. താങ്ക് യു.